ഹായ്, ഞാൻ ഡോക്ടർ വിനീത, കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസറാണ്. ടോഡ്ലർ ഗ്രൂപ്പിൽ കാണുന്ന മറ്റൊരു പെരുമാറ്റ പ്രശ്നമാണ് സ്ലീപ്പ് സ്ട്രഗിൾസ്. 1 മുതൽ 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളുള്ള രക്ഷിതാക്കൾക്ക് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് വർക്കിംഗ് പാരൻസ് ആണെങ്കിൽ അവർ എക്സോസ്റ്റഡ് ആയിപ്പോകും അല്ലെ. കുറച്ചൊക്കെ നമ്മൾ തുടക്കകാലത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് പറയാനുള്ളത്. പക്ഷെ ഏതൊരു കാര്യം നമ്മൾ കുഞ്ഞിനെ ശീലിപ്പിച്ചെടുക്കുന്നതാണ് അല്ലെ. ഇപ്പൊ ടോയ്ലറ്റ് ട്രെയിനിങ് ആലോചിച്ച് നോക്കും. നിങ്ങൾ ആദ്യം പോട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ പയ്യെ കുട്ടി ടോയ്ലറ്റിൽ പോയിട്ട് ഒരു ബവൽ ഹാബിറ്റ് ഡെവലപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാത്രി കുഞ്ഞുങ്ങൾക്ക് ഒരു 7-7:30 മുമ്പായിട്ട് ഭക്ഷണം കൊടുക്കുക. കുറച്ച് സമയം അവന്റെ കൂടെ ഇരിക്കുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാം. എന്നിട്ട് ഒരു 9 മണിക്ക് മുമ്പായിട്ട് തന്നെ കുട്ടിയെ ബെഡിലോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മൾ ശീലിപ്പിച്ചെടുത്താൽ കുറേയൊക്കെ നമുക്ക് സ്ലീപ്പ് സ്ട്രഗിൾസ് നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഇത്തരം പെരുമാറ്റ പ്രശ്നങ്ങൾ കാണിക്കുന്നു എന്നുള്ള ഒരു ധാരണ രക്ഷിതാക്കൾക്ക് വേണം. കുഞ്ഞ് അവന്റെ അമ്മയിൽ നിന്ന് മാറി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ്. അവന് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, പക്ഷെ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ടൂൾ അവന്റെ കയ്യിലില്ല. ടൂൾസ് ഒന്നുമില്ല. അവന് ലാംഗ്വേജ് ഇല്ല, വൊക്കാബുലറി ഇല്ല. ആലോചിച്ച് നോക്കൂ. അപ്പൊ അവന്റെ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നാഡീവ്യൂഹം ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്റ്റേജിലാണ്. അപ്പൊ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ രക്ഷിതാക്കൾ എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞിന് കെയർ കൊടുക്കുക, സപ്പോർട്ട് കൊടുക്കുക, ഒരു പരിഗണന കൊടുക്കുക. അത്രയൊക്കെയാണ് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു പിശുക്കും ഇല്ലാണ്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ ഇപ്പൊ ഈ ടിപ്സ് എല്ലാം, അതായത് ചെറിയ ടിപ്സ് എല്ലാം നമ്മൾ വീടുകളിൽ പരീക്ഷിച്ചു നോക്കി, പക്ഷെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, മാനേജബിൾ അല്ല, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എപ്പോൾ തോന്നുന്നു, ആ പോയിന്റിൽ നമ്മളൊരു എക്സ്പേർട്ടിനെ സമീപിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വെച്ച് താമസിക്കുന്നിടത്തോളം കുട്ടിയുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. അപ്പൊ കറക്റ്റ് ടൈമിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ വെച്ച് താമസിക്കാതെ തന്നെ ഉടനെ ഒരു എക്സ്പേർട്ടിനെ സമീപിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. താങ്ക് യു.